ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലെൻഡർ എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ജനറ്റിക് മെറ്റീരിയൽ DNA ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ജനറ്റിക് മെറ്റീരിയൽ എന്താണ് എന്നുള്ള കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസ്കവറിയുടെ ടൈം ലൈൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ ടൈം ലൈൻ 1944 ഓസ്വേൾഡ് അവേറി ആൻഡ് ദെയർ ക്രൂ കണ്ടുപിടിച്ച കാര്യം എന്താണ്? ഗ്രിഫിത്ത് പറഞ്ഞ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ DNA ആണ് എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. അപ്പൊ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിന്റെ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ചെയ്തത് ഓസ്വേൾഡ് അവേറി, കോളിൻ മക്ലിയോയിഡ് ആൻഡ് മക്ലീൻ മെക്കാർട്ടി ഇൻ ദ ഇയർ 1944 പബ്ലിഷ് ചെയ്തു. ശരിയാണല്ലോ. അന്ന് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളതിന്റെ സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ പല കാരണം കൊണ്ട് അന്നത്തെ സയന്റിഫിക് കമ്മ്യൂണിറ്റി അത് അംഗീകരിച്ചില്ല. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളതിന്റെ ഫൈനൽ പ്രൂഫ് കൊണ്ടുവരുന്നത്, അൺഇക്യുവോക്കൽ പ്രൂഫ് കൊണ്ടുവരുന്നത് 1952 ആൽഫ്രഡ് ഹെർഷെ ആൻഡ് മാർത്ത ചേസ്. അവരുടെ എക്സ്പെരിമെന്റിന്റെ പേരാണ് ബ്ലെൻഡർ എക്സ്പെരിമെന്റ്. അപ്പൊ എന്താണ് ഇവരുടെ എക്സ്പെരിമെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? അൺഇക്യുവോക്കൽ പ്രൂഫ് ദാറ്റ്. എന്താണ് അൺഇക്യുവോക്കൽ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്ന് ചോദിച്ചാൽ ലീവിങ് നോ ഡൗട്ട്, അൺഇക്യുവോക്കൽ പ്രൂഫ്. എന്തിനു വേണ്ടിയിട്ടുള്ള നിസ്സംശയം പറയാൻ പറ്റുന്നത്, ഇനി അതിലൊരു ചോദ്യവുമില്ല എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൂഫാണ് കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രൂഫാണ് കൊണ്ടുവരുന്നത്? DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. അപ്പൊ നോക്ക്, ഇത് 2017 ചോദിച്ച ഒരു ചോദ്യമാണ്. 2017 ചോദിച്ചൊരു ചോദ്യമാണ്. ആരാണ് ഫൈനൽ പ്രൂഫ് ദാറ്റ് DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ? DNA ജനറ്റിക് മെറ്റീരിയൽ ആണ് എന്നുള്ളതിന്റെ ഫൈനൽ പ്രൂഫ് കൊണ്ടുവന്നത്. എന്താണ് ഉത്തരം? ആൽഫ്രഡ് ഹെർഷെ ആൻഡ് മാർത്ത ചേസ്. ക്ലിയർ ആണല്ലോ. ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം വരാറുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, എന്താണ് ബ്ലെൻഡർ എക്സ്പെരിമെന്റ്, ഏത് ഓർഗാനിസത്തിലാണ് നടത്തിയത് എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കിടക്കാം. സോ ഇവര് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഉപയോഗിച്ചത് ഒരു ബാക്ടീരിയോഫേജിലാണ്. ഇവരുടെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ എന്താണ് ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ? ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ അല്ല, വൈറസ് ആണ്. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിനെയാണ് നമ്മൾ ബാക്ടീരിയോഫേജ് എന്ന് പറയുക. അപ്പൊ ഈ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് ബാക്ടീരിയ ഈറ്റർ എന്നാണ് അർത്ഥം. ബാക്ടീരിയ ഈറ്റർ എന്നാണ് അർത്ഥം. ബാക്ടീരിയോഫേജിലാണ് എക്സ്പെരിമെന്റ് നടക്കുന്നത്. അപ്പൊ ഇവര് സ്പെസിഫിക്കലി പിന്നെ ഈ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച, ബ്ലെൻഡർ എക്സ്പെരിമെന്റിന് വേണ്ടി ഉപയോഗിച്ച ഓർഗാനിസം ഏതാ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാക്ടീരിയ എന്ന് 2011 ചോദ്യമാണ്. ബാക്ടീരിയ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബാക്ടീരിയ അല്ല, ബാക്ടീരിയോഫേജ് ആണ്. ശരിയല്ലേ? ബാക്ടീരിയൽ വൈറസിനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇതും ഇമ്പോർട്ടന്റ് ആണ്. അവര് എക്സ്പെരിമെന്റിന് വേണ്ടി ഉപയോഗിച്ച സ്പെസിഫിക് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് T2 ബാക്ടീരിയോഫേജ് ആണ്. T2 ബാക്ടീരിയോഫേജിനെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ. ഈ ബാക്ടീരിയോഫേജ് ഒരു വൈറസ് ആണ് അല്ലെ. വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിനെയും കാട്ടിലേക്ക് എത്രയോ സിമ്പിൾ ആണ്. ശരിയാണല്ലോ. ഈ വൈറസിന്റെ അകത്ത് 2 കോമ്പണൻസ് മാത്രമേ ഉള്ളൂ. നോക്ക്, ഈ വൈറസിന്റെ കോട്ട്, ഒരു വൈറൽ കോട്ട് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വൈറൽ കോട്ട് പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയത്. രണ്ടാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആണ്. അത് ഇന്ന് നമുക്കറിയാം ജനറ്റിക് മെറ്റീരിയൽ DNA ആണ് എന്നുള്ളത്. DNA ആണ് എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ ബാക്ടീരിയോഫേജിന്റെ അകത്ത് 2 കാര്യങ്ങളാണ് ഉള്ളത്. പ്രോട്ടീനും ഉണ്ട്, DNA ഉണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇയാളുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് 50% ഈ ബാക്ടീരിയോഫേജ് മെയ്ഡപ്പ് ഓഫ് 50% പ്രോട്ടീനുമാണ്. അതേപോലെ തന്നെ 50% DNA ആണ് അയാളുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പിന്നീട് കണ്ടെത്തുക ചെയ്ത്. നമ്മൾ ഇപ്പൊ തന്നെ ആദ്യം തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ, DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത്. ഇനി ഈ ബാക്ടീരിയോഫേജ്, ഈ T2 ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണ്. ഏത് ബാക്ടീരിയനെയാണ് ഈ വൈറസ് ഇൻഫെക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഈക്കോളൈ ബാക്ടീരിയനെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇയാളുടെ ഇൻഫെക്ഷന്റെ ലൈഫ് സൈക്കിൾ, ഇയാളുടെ T2 ബാക്ടീരിയോഫേജിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇയാള് ഒരു ഈക്കോളൈ, ഇത് ഞാൻ വരച്ചത് ഒരു ഈക്കോളൈ ആണ്. ഒരു ഈക്കോളൈ ബാക്ടീരിയനെ ഞാൻ വരച്ചു. ഈ ഈക്കോളൈ ബാക്ടീരിയന്റെ മുകളിൽ വന്നിട്ട് ഈ വൈറസ് ഇൻഫെക്ട് ചെയ്യും. മുകളിൽ വന്നിട്ട് ഇരിക്കും. ഓക്കെ.
അപ്പൊ അയാളുടെ ജെനറ്റിക് മെറ്റീരിയൽ ഇയാളുടെ അകത്തുണ്ട്. ശരിയാണല്ലോ, DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഈ DNA, അതായത് വൈറസിന്റെ അകത്തുള്ള DNA ബാക്ടീരിയന്റെ അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഞാൻ അതും കൂടെ ഇവിടെ ഒന്ന് വരയ്ക്കാം. അപ്പം എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഈക്കോളൈന്റെ അകത്തേക്ക് ഈ വൈറസിന്റെ DNA അകത്തേക്ക് വരുത്തുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്ക്, ഇതൊരു ഇഞ്ചക്ഷൻ പോലെയാണ്. അതായത് നമ്മൾ സിറിഞ്ച് വെച്ചിട്ട് ഇഞ്ചക്ട് ചെയ്യില്ലേ, പുറത്ത് വൈറസ് വന്ന് നിൽക്കും, എന്നിട്ട് അയാളുടെ ജെനറ്റിക് മെറ്റീരിയൽ, അയാളുടെ DNA അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ എക്സ്പെരിമെന്റിന് ശേഷം മനസ്സിലായ കാര്യങ്ങളാണ്. നമുക്ക് അതിന്റെ മുന്നേ തന്നെ ഡിസ്കസ് ചെയ്തു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഈക്കോളൈന്റെ അകത്തേക്ക് എത്തി. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്ക്, ഇവിടെ വൈറൽ കോട്ട്, അതായത് പ്രോട്ടീൻ കോട്ട് മാത്രമാണ് പുറത്ത് നിൽക്കുന്നുള്ളൂ. ആ പുറത്ത് നിൽക്കുന്ന പ്രോട്ടീൻ കോട്ടിനെയാണ് നമ്മൾ ഗോസ്റ്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഈ DNA അകത്തേക്ക് എത്തി. നമുക്കറിയാം, ഈക്കോളൈക്കകത്ത് ഈക്കോളൈന്റെ എല്ലാ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്ന ഈക്കോളൈന്റെ DNA ഉണ്ടാവുമല്ലോ. ആ DNAയുമായിട്ട് ഇയാള് വൈറൽ DNA ഇൻകോർപ്പറേറ്റ് ചെയ്യും, അയാളുടെ കൂടെ അങ്ങ് ചേരും. എന്നിട്ട് ഈ ബാക്ടീരിയന്റെ അകത്ത് DNA ഇൻകോർപ്പറേറ്റ് ആയതിനു ശേഷം ഈ ബാക്ടീരിയന്റെ അകത്തുള്ള സെൽ മെഷീനറീസിനെ ഈ വൈറൽ DNA ഹൈജാക്ക് ചെയ്യും. ഹൈജാക്ക് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? വിമാനം ഹൈജാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ വിമാനം റാഞ്ചി, അയാളുടെ ഫുൾ കൺട്രോള് ഏറ്റെടുക്കും. അങ്ങനെ ഹൈജാക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാല്, നോക്ക്, ഇതാണല്ലോ നമ്മളുടെ ബാക്ടീരിയ ഈക്കോളൈ. ആ ഈക്കോളൈന്റെ അകത്ത് വെച്ച് വൈറസിന് വേണ്ട പ്രോട്ടീൻസ് എല്ലാം ഉണ്ടാക്കും. ആൻഡ് വൈറസിന്റെ DNA അതിൻ്റെ അകത്ത് റെപ്ലിക്കേറ്റ് ചെയ്യും. അപ്പം വൈറസിന്റെ DNA ബാക്ടീരിയയുടെ DNAയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ബാക്ടീരിയന്റെ ഫുൾ കൺട്രോൾ വൈറസ് ഏറ്റെടുത്തു. ക്ലിയർ ആണല്ലോ? എന്നിട്ട് വൈറസിന് വേണ്ട, ബാക്ടീരിയോഫേജിന് വേണ്ട പ്രോട്ടീനും അയാളുടെ ജെനറ്റിക് മെറ്റീരിയലും കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ കാര്യം? ഇനി അതിനുശേഷം ഈ ബാക്ടീരിയന്റെ അകത്ത് നിന്നിട്ട് ഇപ്പൊ ഉണ്ടായ ജെനറ്റിക് മെറ്റീരിയൽ, കോപ്പി ചെയ്ത ജെനറ്റിക് മെറ്റീരിയലും പ്രോട്ടീനും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം അസംബിൾ ചെയ്യും. ഈ സംഭവങ്ങളെല്ലാം അസംബിൾ ചെയ്തിട്ട് പുതിയ വൈറൽ കോപ്പികൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. ഈ ഉണ്ടായ പ്രോട്ടീനും ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNAയും എല്ലാം അസംബിൾ ചെയ്തതിന് ശേഷം പുതിയ വൈറസിന്റെ പ്രോജനീസ് ഉണ്ടാവും. അതിനുശേഷം എന്താണ് ചെയ്യുക? അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, ഈ ബാക്ടീരിയന്റെ വാൾ ഉണ്ടല്ലോ, ബാക്ടീരിയന്റെ വാള് റെപ്ചർ ചെയ്യും. റെപ്ചർ ചെയ്തുകൊണ്ട് ഈ ബാക്ടീരിയ ഈ വൈറസ് പുറത്തിറങ്ങും, ബാക്ടീരിയോഫേജ് പുറത്തിറങ്ങും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നോക്ക്, ഈ വൈറസ് ഈക്കോളൈനെ ഇൻഫെക്ട് ചെയ്തതിന് ശേഷം മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കി, എന്നിട്ട് ആ ഈക്കോളൈനെ നശിപ്പിച്ചുകൊണ്ട് അയാള് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഇയാൾക്ക് പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു ലൈഫ് സ്റ്റേജ് ഒന്നുമില്ല. അയാൾ അടുത്ത പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം, മൾട്ടിപ്ലൈ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം എങ്ങോട്ടേക്കാ പിന്നെ പോവുക? അടുത്ത ഒരു ഈക്കോളൈയിലേക്ക് പോവും. അങ്ങനെ അടുത്ത ഈക്കോളൈനെ ഇൻഫെക്ട് ചെയ്യും. അതായത് അയാൾക്കൊരു ഈക്കോളൈന്റെ അകത്ത്, അയാളുടെ ഹോസ്റ്റ് സെല്ലായിട്ടുള്ള ഈക്കോളൈന്റെ അകത്ത് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവുള്ളൂ. ക്ലിയർ ആണല്ലോ കാര്യം? അങ്ങനെയാണെങ്കിൽ നോക്ക്, ഈ ബാക്ടീരിയോഫേജിനെ വെച്ചിട്ടാണ് ബ്ലെൻഡർ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഹെർഷേക്കും ചേസിനും അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു 1939 ഒക്കെ ആവുന്ന സമയത്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഒക്കെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡൽ ഓർഗാനിസമാണ് ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയോഫേജസിന്റെ ലൈഫ് സൈക്കിള് അന്നേ അറിയുമായിരുന്നു. അതായത് ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയില്ല, ഇത്ര കാര്യങ്ങൾ അറിയായിരുന്നു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്ക്, ഇവിടെ
പ്രോട്ടീനും DNA-യുമാണ് ബാക്ടീരിയോഫേജിൽ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് ധാരണ ഉണ്ട്. ഏകദേശം 50% പ്രോട്ടീനും 50% DNA-യുമാണ് എന്നുള്ളത് അന്ന് തന്നെ അറിയുന്ന കാര്യമാണ്. കംപ്ലീറ്റ് ആയിട്ട് ബാക്ടീരിയന്റെ അകത്തേക്ക് വൈറസ് കടക്കുന്നില്ല എന്നുള്ളതും അന്ന് ക്ലിയർ ആയിട്ടുള്ള കാര്യമായിരുന്നു. അതായത് പ്രോട്ടീനോ DNA-യോ ഏതോ ഒന്നാണ് അകത്തേക്ക് കടക്കുന്നത് എന്നുള്ളതും അറിയാം. എന്തായാലും അകത്തേക്ക് കടക്കുന്ന സാധനം കൊണ്ടാണല്ലോ പ്രോജനീസ് ഉണ്ടാവുന്നത്. നോക്ക്, പ്രോജനി എങ്ങനെയായിരിക്കണം എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ എത്തിക്കുന്നത് ആരാണ്? അകത്തേക്ക് കടന്ന മെറ്റീരിയൽ ആണ്. ആൻഡ് അകത്തേക്ക് കടന്ന ആളെന്ന് പറയുന്നത് ജെനറ്റിക് മെറ്റീരിയൽ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പം ജെനറ്റിക് മെറ്റീരിയൽ പ്രോട്ടീൻ ആണോ അതോ DNA ആണോ എന്നുള്ളത് ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന്റെ മുന്നേ വരെ ക്ലാരിറ്റി ഇല്ല. എന്തൊക്കെ കാര്യം മാത്രമേ അറിയുള്ളൂ? കംപ്ലീറ്റ് ആയിട്ട് വൈറസിന്റെ പാർട്സ് അകത്തേക്ക് കിടക്കുന്നില്ല. ഒന്നെങ്കിൽ DNA ആണ് അകത്തേക്ക് കിടക്കുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ് ഈ കൊളൈന്റെ അകത്തേക്ക് കിടക്കുന്നത്. എന്ത് കടന്നാലും അകത്തേക്ക് കടന്ന സാധനമാണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ കാര്യം? അപ്പം എന്താണ് അകത്തേക്ക് കടക്കുന്നത് എന്നാണ് ഇനി ഇവര് കണ്ടുപിടിക്കുന്നത്. ആക്ച്വലി അത് മാത്രമേ അവരുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ആക്ച്വലി. പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ച കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീന്റെയും DNA-യുടെയും കെമിക്കൽ കോമ്പോസിഷനിലുള്ള വ്യത്യാസമാണ്. നമുക്കറിയാം DNA-ന്റെ അകത്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ശരിയല്ലേ? ഫോസ്ഫറസ് ഉണ്ട്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഫോസ്ഫറസ് ഉണ്ട്, പക്ഷെ സൾഫർ ഇല്ല. നോ സൾഫർ, ശരിയാണല്ലോ? പക്ഷെ ഇനി നമ്മൾ പ്രോട്ടീന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീന്റെ അകത്ത് സൾഫർ ഉണ്ട്. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡുകളുണ്ട്. സിസ്റ്റീനും മെത്തിയോണിനും ഒക്കെ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡിൽ സൾഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രോട്ടീനിലും സൾഫർ ഉണ്ട്. അപ്പൊ പ്രോട്ടീനിൽ സൾഫർ ഉണ്ട്, പക്ഷെ പ്രോട്ടീനിൽ എന്തില്ല? ഫോസ്ഫറസ് ഇല്ല. ഫോസ്ഫറസ് ഇല്ല. ഈ DNA-യും പ്രോട്ടീനും തമ്മിലുള്ള കെമിക്കൽ കോമ്പോസിഷനിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഈ എക്സ്പെരിമെന്റിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. എന്താ വ്യത്യാസം എന്ന് പറയുന്നത്? DNA-യിൽ ഫോസ്ഫറസ് ഉണ്ട്, സൾഫർ ഇല്ല. ഇനി പ്രോട്ടീനിലാണെങ്കിൽ സൾഫർ ഉണ്ട്, ഫോസ്ഫറസ് ഇല്ല. ക്ലിയർ ആണല്ലോ? അപ്പം ഇവര് ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ, ബ്ലെൻഡർ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസും റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയവുമാണ്. അപ്പൊ എന്താണ് എക്സ്പെരിമെന്റ്? ആ എക്സ്പെരിമെന്റിലൂടെ എങ്ങനെയാണ് DNA ആണ് അകത്ത് കിടക്കുന്നത്, DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് മനസ്സിലാക്കിയത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്ക്, ആദ്യമായിട്ട് ഇവിടെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള ഒരു മീഡിയം എടുത്തു. അപ്പൊ ഈ ഫോസ്ഫറസ് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്. അടുത്ത മീഡിയം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് സൾഫർ ആണ്. ഈ സൾഫറും റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫോസ്ഫറസും സൾഫറും മീഡിയം എടുത്തു. ദിസ് ഈസ് റേഡിയോ ആക്റ്റീവ്. ഈ സിമ്പൽ ഞാൻ ഉദ്ദേശിക്കുന്നത് റേഡിയോ ആക്റ്റീവ് ആണെന്നുള്ളതാണ്. ഇനി ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മീഡിയത്തിലാണ് ബാക്ടീരിയോഫേജസിനെ വളർത്താൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിലേക്ക് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ബാക്ടീരിയോഫേജിന് ഇടാൻ പറ്റുമോ? ഇല്ല. ബാക്ടീരിയോഫേജിന് ആര് വേണം? ഹോസ്റ്റ് സെല്ല് വേണ്ടേ? അപ്പൊ ആദ്യം നമ്മൾ ആദ്യം അതിൽ വളർത്തണം? ഈക്കോളൈനെ വളർത്തണം, ശരിയല്ലേ? ഈക്കോളൈൻ്റെ അകത്ത് മാത്രമല്ലേ അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ബാക്ടീരിയോഫേജിന്. യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് മീഡിയത്തിലും സൾഫർ റേഡിയോ ആക്റ്റീവ് മീഡിയത്തിലും ഞാൻ ഈക്കോളൈ ഇട്ടു. ഈ ഈക്കോളൈ ഇട്ടതിന് ശേഷം ഇനിയാണ് നമുക്ക് ബാക്ടീരിയോഫേജിനെ കൊണ്ടുപോയി ഇടാൻ പറ്റുക, ശരിയാണല്ലോ? അപ്പൊ നോക്ക്, ഇതിന്റെ അകത്തേക്ക് ബാക്ടീരിയോഫേജിനെ കൊണ്ടുപോയി ഇട്ടു. അപ്പം അതിന്റെ അകത്ത് കിടന്നിട്ട് അതിന്റെ ലൈഫ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യും. അതിന്റെ ലൈഫ് സൈക്കിളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യല്ലോ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇനി ഈ ബാക്ടീരിയന്റെ അകത്തേക്ക് എൻ്റർ ചെയ്യും, ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും, കോപ്പി ഉണ്ടാവും, ആൻഡ് അത് റപ്ചർ ചെയ്ത് പുറത്തേക്ക് വരും. ഇനി ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ബാക്ടീരിയോഫേജിനെ അവർ ഐസൊലേറ്റ് ചെയ്തെടുത്തു. നോക്ക്, അപ്പൊ ഇതിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു ബാക്ടീരിയോഫേജിനെയാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇതേതാ? റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള മീഡിയത്തിൽ വളർന്ന ബാക്ടീരിയോഫേജ് ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഇതിന്റെ അകത്തുള്ള ബാക്ടീരിയോഫേജിന്റെ പ്രോട്ടീനിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല, ശരിയാണല്ലോ? പ്രോട്ടീനിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. കാരണം പ്രോട്ടീനിൽ എന്തില്ല? ഫോസ്ഫറസ് ഉണ്ടോ?
ഫോസ്ഫറസ് ഇല്ല. പക്ഷെ ഇതിന്റെ അകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA-ക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. DNA-ന്റെ അകത്ത് ആരുണ്ട്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതില് ഫോസ്ഫറസ് ഉണ്ട്. അപ്പൊ DNA സിന്തസൈസ് ചെയ്ത സമയത്ത് അതിന് അവൈലബിൾ ആയിട്ടുള്ള ഫോസ്ഫറസ് എന്ന് പറയുന്നത് ആരായിരിക്കും? റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആയിരിക്കും. ശരിയാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ DNA ഇതിന്റെ അകത്ത് നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ബാക്ടീരിയോഫേജിന്റെ DNA എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് DNA ആയിരിക്കും. ശരിയല്ലേ? അയാളുടെ DNA എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് DNA ആയിരിക്കും. ശരിയാണല്ലോ. അപ്പൊ ഈ മീഡിയത്തിൽ വളർത്തുന്ന ആളുടെ DNA റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ അയാളുടെ പ്രോട്ടീൻ കോട്ട് അയാളുടെ പ്രോട്ടീൻ കോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയോ ആക്റ്റീവ് ആയിരിക്കോ? നോട്ട് റേഡിയോ ആക്റ്റീവ്. ശരിയാണല്ലോ. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെന്റ് എങ്ങനെയാ കണ്ടക്ട് ചെയ്തത്? ഈ ഒരു മീഡിയത്തിൽ വളർന്ന ബാക്ടീരിയോഫേജിനെ എടുക്കുക. ഈ മീഡിയത്തിൽ സൾഫർ, റേഡിയോ ആക്റ്റീവ് സൾഫറിൽ വളരുന്ന ബാക്ടീരിയോഫേജിൽ അതിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത ഒരു ബാക്ടീരിയോഫേജിനെ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൾഫർ എന്ന് പറയുന്നത് ആരാണ്? സൾഫർ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രോട്ടീനിൽ സൾഫർ ഉണ്ട്. സിസ്റ്റീനും മെത്തിയോണിനും ഒക്കെ അമിനോ ആസിഡ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആണ്. സോ അവിടെ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് ആ മീഡിയത്തിൽ നിന്നും കിട്ടുന്ന ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് എന്ത് ബാക്ടീരിയോഫേജ് ആയിരിക്കൂടാ? ഇയാളുടെ പ്രോട്ടീൻ കോട്ടില് പ്രോട്ടീൻ്റെ അകത്ത് റേഡിയോ ആക്റ്റീവ് സൾഫർ ഉണ്ടായിരിക്കും. ശരിയല്ലേ? അപ്പൊ അയാളുടെ പ്രോട്ടീൻ കോട്ട് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. അയാളുടെ DNA-ൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമായിരിക്കോ? ഇല്ല, നോർമൽ DNA തന്നെ ആയിരിക്കും. അപ്പം അയാളുടെ പ്രോട്ടീൻ കോട്ട് എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആണ്. പ്രോട്ടീൻ കോട്ട് ഈസ് റേഡിയോ ആക്റ്റീവ്. വേർ അയാളുടെ DNA എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആയിരിക്കോ? ഇല്ല, കാരണം റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് അവിടെ ഇല്ല. നോട്ട് റേഡിയോ ആക്റ്റീവ് ആണ് അയാളുടെ DNA എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ എക്സ്പെരിമെന്റിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ ഈ ഐസൊലേറ്റ് ചെയ്ത ബാക്ടീരിയോഫേജസ് ഉണ്ടല്ലോ, ആ ബാക്ടീരിയോഫേജിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനിയാണ് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി ഈ ബാക്ടീരിയോഫേജിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാക്ടീരിയോഫേജസിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ബാക്ടീരിയനെ അൺലേബിൾഡ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് മീഡിയത്തിൽ ഒന്നും വളർത്താത്ത ഒരു ഈക്കോളൈ ബാക്ടീരിയനെ അങ്ങ് ഇട്ടുകൊടുക്കും. ക്ലിയർ ആണോ? അപ്പൊ നോക്ക്, ഈ ഈക്കോളൈ ബാക്ടീരിയനെ ഇയാൾക്ക് വെച്ചു കൊടുക്കും. ക്ലിയർ ആണല്ലോ. അപ്പം ഈ ഈക്കോളൈ ബാക്ടീരിയനെ ഇയാൾ പോയിട്ട് ഇൻഫെക്റ്റ് ചെയ്യും. ശരിയല്ലേ? ഈക്കോളൈ ബാക്ടീരിയനെ ഈ ആള് പോയിട്ട് ഇൻഫെക്റ്റ് ചെയ്യും. യെസ്. അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഇയാളുടെ ജനറ്റിക് മെറ്റീരിയൽ ഇയാളുടെ അകത്തേക്ക്, നോക്ക്, വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ അതിനുശേഷം ഇയാളുടെ അകത്തേക്ക് ഇൻജെക്ട് ചെയ്യുകയാണല്ലോ ചെയ്യുക. അപ്പൊ നോക്ക്, അയാളുടെ ജനറ്റിക് മെറ്റീരിയൽ ഈക്കോളൈന്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ അകത്തേക്ക് എത്തിയ DNA എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് DNA ആണല്ലോ. അപ്പൊ അയാളുടെ അകത്ത്, ഈക്കോളൈന്റെ അകത്ത് റേഡിയോ ആക്ടിവിറ്റി കാണാൻ പറ്റുമല്ലോ. ക്ലിയർ ആണല്ലോ കാര്യം? അപ്പൊ നോക്ക്, ആദ്യത്തെ സ്റ്റെപ്പ് ആണല്ലോ ഇവിടെ കഴിഞ്ഞത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആണ്. പ്രിപ്പയർ ചെയ്ത ബാക്ടീരിയോഫേജിനെ ഈക്കോളൈ, അൺലേബിൾഡ് ആയിട്ടുള്ള പുതിയൊരു ഈക്കോളൈനെ ഇൻഫെക്റ്റ് ചെയ്യാൻ വെച്ചു കൊടുത്തു. ക്ലിയർ ആണല്ലോ. ഇനി അതിനുശേഷം ഇൻഫെക്ഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ നമുക്ക് താഴെയും എന്താണ് സംഭവിക്കുന്നത്? റേഡിയോ ആക്റ്റീവ് സൾഫറിൽ വളർത്തിയ ബാക്ടീരിയോഫേജസിനും എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അവിടെയും നമ്മൾ എന്ത് ചെയ്യും? പുതിയൊരു ഈക്കോളൈ വെച്ചു കൊടുക്കും. അപ്പൊ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ പ്രോട്ടീൻ കോട്ടാണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത്. സോ അയാളെ പ്രോട്ടീൻ കോട്ട് മുകളിൽ ഉണ്ടായിരിക്കും. ഗോസ്റ്റ് മുകളിലാണുള്ളത്. അയാളുടെ DNA അകത്തേക്ക് ഇൻഫ്യൂസ് ചെയ്യും. സോ റേഡിയോ ആക്ടിവിറ്റി എവിടെയാ നമുക്ക് കാണാൻ പറ്റുക? പുറത്തല്ലേ? റേഡിയോ ആക്ടിവിറ്റി പുറത്താണ്. അപ്പൊ അതാണ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലെൻഡിങ് ആണ്. അപ്പൊ നോക്ക്, ഇൻഫെക്ഷൻ കഴിയുന്ന സമയത്ത് ഈ ബാക്ടീരിയോഫേജസ് ഉണ്ടല്ലോ, ഈക്കോളൈന്റെ പുറത്ത്, ഇതാണ് ഈക്കോളൈന്റെ സർഫസ്, ഈ ഈക്കോളൈന്റെ പുറത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക ചെയ്യുന്നത്.
ക്ലിയർ ആണല്ലോ. ഈ പറ്റി പിടിച്ചിരിക്കുന്ന ഈക്കോളൈ, അതായത് ഈ പറ്റി പിടിച്ചിരിക്കുന്ന ഈക്കോളയും ബാക്ടീരിയോഫേജസിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് ബ്ലെൻഡിങ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബ്ലെൻഡിങ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബ്ലെൻഡിങ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഫെക്ഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ബ്ലെൻഡിങ്. ഈ ബ്ലെൻഡിങ്ങിന്റെ സമയത്ത് എന്താ സംഭവിക്കുക നോക്ക്. ബ്ലെൻഡിങ്ങിന്റെ സ്റ്റെപ്പ് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻഫെക്ട് ചെയ്തിട്ടുണ്ട്. ഈക്കോളയിലേക്ക് ബാക്ടീരിയോഫേജ് ഇട്ട് കൊടുത്തിട്ട് ഇൻഫെക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബ്ലെൻഡർ മെഷീനിൽ, നമ്മളെ ജ്യൂസൊക്കെ അടിക്കുന്ന ബ്ലെൻഡർ മെഷീനില്ലേ, ആ ബ്ലെൻഡർ മെഷീനിൽ ഈ മീഡിയം ഇട്ടിട്ട് ഭയങ്കരമായിട്ടൊന്ന് ഓണാക്കും, ഭയങ്കരമായിട്ടൊന്ന് ഒന്ന് സ്ക്വാഷ് ചെയ്തെടുക്കും. അപ്പൊ ഈ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഈ ഷിയർ പ്രഷർ കാരണം ഈക്കോളൈന്റെ മുകളിൽ നിന്നും ബാക്ടീരിയോഫേജ് ഡിറ്റാച്ച് ചെയ്യും. മനസ്സിലായോ? അപ്പം ബ്ലെൻഡിങ്ങിന്റെ മുന്നേ ഈക്കോളൈന്റെ സർഫസിന്റെ മുകളിലായിരുന്നു ബാക്ടീരിയോഫേജസ് പറ്റിപ്പിടിച്ചിരുന്നത്. ബ്ലെൻഡിങ്ങിന് ശേഷം ആഫ്റ്റർ ബ്ലെൻഡിങ് എന്താ സംഭവിക്കുക? ഈ ബാക്ടീരിയോഫേജസ് ഈക്കോളയിൽ നിന്നും തെറിച്ചുപോയി. അപ്പൊ ബ്ലെൻഡിങ്ങിന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? വൈറൽ പ്രോട്ടീൻ കോഡ്സ്, നമ്മളുടെ ഗോസ്റ്റ് ആർ റിമൂവ്ഡ് ഫ്രം ദ ബാക്ടീരിയ. അതാണ് ഈ സ്റ്റെപ്പിൽ സംഭവിക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്ക്, ബ്ലെൻഡ് ചെയ്തു. ബ്ലെൻഡ് ചെയ്താൽ എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ ഇവിടേക്ക് വരയ്ക്കാം. ബ്ലെൻഡിങ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ദാ നോക്ക്, ബ്ലെൻഡിങ് ചെയ്താൽ ഈ വൈറസ്, ഈക്കോളയുടെ സർഫസിൽ പറ്റിയിരിക്കുന്ന ഈ വൈറസ് ഡിറ്റാച്ച് ചെയ്യും. ബ്ലെൻഡിങ് ചെയ്താൽ ചുറ്റുവട്ടത്ത് പറ്റിയിരിക്കുന്ന വൈറസ് എന്ത് ചെയ്യൂടാ? ഡിറ്റാച്ച് ചെയ്യും, ഈക്കോളയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യും. അപ്പൊ ബ്ലെൻഡിങ് കഴിഞ്ഞാൽ ഇവിടെയും എന്താണ് സംഭവിക്കുക? ബ്ലെൻഡിങ് കഴിഞ്ഞാൽ നോക്ക്, ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ബ്ലെൻഡിങ് കഴിഞ്ഞാൽ ആഫ്റ്റർ ബ്ലെൻഡിങ് ഡിറ്റാച്ച് ചെയ്യും. ആഫ്റ്റർ ബ്ലെൻഡിങ് ഡിറ്റാച്ച് ചെയ്യുന്നത് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കാം. ഓക്കെ, ഇതാണ് ബ്ലെൻഡിങ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം സെൻട്രിഫ്യൂജ് ചെയ്യാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സെൻട്രിഫ്യൂഗേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രിഫ്യൂഗേഷൻ ആണ്. സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ, സെൻട്രിഫ്യൂഗേഷൻ. സോ ദിസ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്. എന്താ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? സെൻട്രിഫ്യൂഗേഷൻ. എന്താ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാല്, നമ്മള് ഇപ്പൊ ബ്ലെൻഡിങ് കഴിഞ്ഞതിന് ശേഷം ഈക്കോളൈന്റെ സർഫസിൽ നിന്നും ബാക്ടീരിയോഫേജ് എല്ലാം ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ശരിയാണല്ലോ? ഈ ബാക്ടീരിയോഫേജ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ ബ്ലെൻഡിങ്ങിന് ശേഷമുള്ള മീഡിയത്തിൽ വളരുന്ന ബാക്ടീരിയനെ നമ്മൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാക്കും. എന്നിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യുന്ന മെഷീന്റെ അകത്ത് ആക്കിയതിനു ശേഷം സെൻട്രിഫ്യൂഗേഷൻ ചെയ്യും. അതായത് ഹൈ RPM ഇങ്ങനെ ഇയാളെ കറക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്താൽ എന്താ കിട്ടുക? ഇതാ നമ്മൾ അടച്ചു വെച്ച ഈ ഫ്ലൂയിഡ് ഇല്ലേ, അല്ലെങ്കിൽ മീഡിയം ഇല്ലേ, അത് രണ്ട് പാർട്ടായിട്ട് മാറിയിട്ടുണ്ടാവും. മുകളിൽ ഫ്ലൂയിഡ് ആയിട്ട് കിടക്കുന്ന ഈ പാർട്ടിനെ, ഈ മുകളിൽ ഫ്ലൂയിഡ് ആയിട്ട് ഒരു പാർട്ട് കിടക്കുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ സൂപ്പർനേറ്റന്റ് ഫ്ലൂയിഡ് എന്ന് പറയാ. ആൻഡ് താഴെ അടിഞ്ഞുകൂടിയ മട്ട്, നമ്മൾ ഈ ചായന്റെ ഒക്കെ ചായപ്പൊടിയൊക്കെ അടിഞ്ഞുകൂടൂലേ, മട്ട് അടിഞ്ഞുകൂടൂലേ, ആ മട്ട് പോലെ കിടക്കുന്നതിനെയാണ് നമ്മൾ പെല്ലറ്റ് എന്ന് പറയാ. സോ സൂപ്പർനേറ്റന്റ് ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും ആൻഡ് പെല്ലറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നോക്ക്, നമ്മൾ ഒരാളെ സെൻട്രിഫ്യൂജ് ചെയ്യുന്ന സമയത്ത് ആരാണ് താഴെ പോവുക, ആരാണ് മുകളിൽ പോവുക? അതാണ് സെൻട്രിഫ്യൂഗേഷന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലൈറ്റർ ആയിട്ടുള്ള ആൾക്കാര് മുകളിൽ സൂപ്പർനേറ്റന്റിലാണ് ഉണ്ടാവുക, ഹെവി ആയിട്ടുള്ള ആൾക്കാര് താഴെയാണ് കിടക്കുക. ക്ലിയർ ആണല്ലോ? ലൈറ്റർ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ രണ്ട് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഈക്കോളയുണ്ട്, വൈറസിന്റെ കോട്ടുമുണ്ട്. അതിൽ ലൈറ്റർ ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ആരാണ്? ലൈറ്റർ ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് വൈറസിന്റെ കോട്ടാണ്, വൈറൽ കോട്ടാണ്. അപ്പൊ അയാള് സൂപ്പർനേറ്റന്റിലാണ് കാണാൻ പറ്റുക. ക്ലിയർ ആണോ? ഹെവി ആയിട്ടുള്ള ആള് എന്ന് പറയുന്നത് ആരാണ്? ഈക്കോളയാണ്. ഈക്കോളൈ എവിടെ നമുക്ക് കാണാൻ പറ്റുക? പെല്ലറ്റിന്റെ അകത്താണ് കാണാൻ പറ്റുക. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്ക്, സെൻട്രിഫ്യൂഗേഷന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷന് ശേഷം നമുക്ക് എന്താ കാണാൻ പറ്റുക? സെൻട്രിഫ്യൂജ് ചെയ്ത മീഡിയം ഞാൻ എടുക്കുകയാണ്. അപ്പൊ നമുക്ക് പെല്ലറ്റും കാണാൻ പറ്റും, അതുപോലെ
സൂപ്പർ നേറ്റന്റ് ഫ്ലൂയിഡും കാണാൻ പറ്റും. പെല്ലറ്റിൽ ആരാ ഉണ്ടാവുക എന്നാണ് നമ്മൾ പറഞ്ഞത്? പെല്ലറ്റില് ഹെവി ആയിട്ടുള്ള ഈ പറയുന്ന ഈക്കോളൈ അല്ലേ ഉണ്ടാവുക? ഹെവി ആയിട്ടുള്ള ഈക്കോളൈ ആണ് ഉണ്ടാവുക. അയാളാണ് ഈ പെല്ലറ്റില് ഉള്ളത്. അയാളുടെ അകത്താണ് DNA ഉള്ളത്, ശരിയല്ലേ? അയാളുടെ അകത്ത് DNA ഉണ്ട്. ഈ DNA എന്ന് പറയുന്നത് ആരാണ്? ഇപ്പൊ റേഡിയോ ആക്റ്റീവ് DNA ആണ്, ശരിയല്ലേ? അപ്പം താഴത്താണ്, അതായത് പെല്ലറ്റിലാണ് നമുക്ക് DNA കാണാൻ പറ്റുക. അതായത് ഈക്കോളൈൻ്റെ അകത്താണ് DNA, അതുകൊണ്ടാണ് DNA താഴത്ത് കാണാൻ പറ്റുന്നത്. ആൻഡ് ഈ സൂപ്പർ നേറ്റന്റ് ഫ്ലൂയിഡിൽ നമുക്ക് വൈറൽ കോട്ട് കാണാൻ പറ്റും. അപ്പം ഹെവി ആയിട്ടുള്ള ആള്, ഹെവി ആയിട്ടുള്ള ഈക്കോളൈ, ഹെവി ആയിട്ടുള്ള ഈക്കോളൈ ഹെവി ആണ്, അതുകൊണ്ട് അയാളെ താഴെ കാണാൻ പറ്റും. ആൻഡ് വൈറൽ കോട്ട് ലൈറ്റർ ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് അയാളെ മുകളിൽ കാണാൻ പറ്റും. അപ്പം ഈ മുകളിൽ സൂപ്പർ നേറ്റന്റ് ഫ്ലൂയിഡിൽ ആരാ ഉണ്ടാവുക? സൂപ്പർ നേറ്റന്റ് ഫ്ലൂയിഡിൽ വൈറൽ കോട്ടാണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? അങ്ങനെ സെൻട്രിഫ്യൂജ് ചെയ്തപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി. ബാക്ടീരിയ താഴെയുണ്ട്, ബാക്ടീരിയന്റെ അകത്ത് DNA യും ഉണ്ട്. ആൻഡ് നമ്മളുടെ വൈറൽ കോട്ട്, വൈറസിന്റെ പ്രോട്ടീൻ കോട്ട് മുകളിലും സൂപ്പർ നേറ്റന്റ് ഫ്ലൂയിഡിലും ഉണ്ട്. ഇനി അതിനുശേഷം സെൻട്രിഫ്യൂജ് ചെയ്ത സൂപ്പർ നേറ്റന്റ് ഫ്ലൂയിഡിൽ നിന്നും പെല്ലറ്റിൽ നിന്നും വരുന്ന റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്തു. ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്. സോ നോക്ക്, ഈ ഒരു ഭാഗത്ത് നിന്ന്, അതായത് പെല്ലറ്റിൽ നിന്നും അവർക്ക് റേഡിയോ ആക്ടിവിറ്റി കാണാൻ പറ്റി. പെല്ലറ്റിൽ നിന്നും അവർക്ക് റേഡിയോ ആക്ടിവിറ്റി കാണാൻ പറ്റിയിട്ടുണ്ട്. കാരണം കാണാൻ പറ്റൂലേ? സ്വാഭാവികമായിട്ടും കാണാൻ പറ്റും. പെല്ലറ്റിൽ നിന്നും അവർക്ക് റേഡിയോ ആക്ടിവിറ്റി കാണാൻ പറ്റും. കാരണം എന്താ? അവിടെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉണ്ട്. ആൻഡ് അവിടെ ഈ പറയുന്ന സൂപ്പർ നേറ്റന്റ് ഫ്ലൂയിഡിൽ നോക്ക്, സൂപ്പർ നേറ്റന്റ് ഫ്ലൂയിഡിൽ റേഡിയോ ആക്ടിവിറ്റി കാണാൻ പറ്റിയിട്ടില്ല. നോ റേഡിയോ ആക്ടിവിറ്റി കാണാൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? അപ്പൊ നോക്ക്, പെല്ലറ്റിൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെല്ലറ്റിൽ ആരാ ഉള്ളത്? ബാക്ടീരിയ ആണുള്ളത്. ബാക്ടീരിയന്റെ അകത്ത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള മീഡിയത്തിലാണ് വളർന്നത്. സോ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരാ കാണിക്കുന്നത്? DNA ആണ് കാണിക്കുന്നത്. സോ ഇവിടെ മുകളിൽ ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്നും എന്ത് ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുക? എന്ത് കൺക്ലൂഷനിലാണ് എത്താൻ പറ്റുക? അതായത് താഴത്തെ ഹെവിയർ ആയിട്ടുള്ള DNA നിന്നാണ്, ആ ഭാഗത്ത് നിന്നാണ് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത്. ഇവിടെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആണ് ഉള്ളത്. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആരെയാണ് ടാഗ് ചെയ്യുക? DNA ആണ് ടാഗ് ചെയ്യുക. ആ DNA അപ്പം എവിടേക്ക് എത്തിയിട്ടുണ്ട്? ഈക്കോളൈൻ്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നല്ലേ ഇതിന്റെ അർത്ഥം? സോ പെല്ലറ്റിൽ റേഡിയോ ആക്ടിവിറ്റി കാണിച്ചാൽ അകത്ത് എന്തുണ്ട്? DNA ഉണ്ട്, ശരിയല്ലേ? അപ്പം എന്താ ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്? DNA entered the bacterial cell. DNA entered the bacterial cell എന്ന് നമുക്ക് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്തൂടെ? ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്നും നമുക്ക് DNA ആണ് ഈക്കോളൈൻ്റെ അകത്ത് എത്തുന്ന മെറ്റീരിയൽ എന്ന് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? ഇനി താഴത്തെ എക്സ്പെരിമെന്റ് നോക്കാം. താഴത്തെ എക്സ്പെരിമെന്റിലാണെന്നുണ്ടെങ്കിലും മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പം അവിടെയും നമുക്ക് പെല്ലറ്റും ഉണ്ടായിരിക്കും, സൂപ്പർ നേറ്റന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് പെല്ലറ്റിൽ ആരാ ഉണ്ടാവുക? പെല്ലറ്റിന്റെ അകത്ത് നമ്മളുടെ ബാക്ടീരിയ ആണല്ലോ ഉണ്ടാവുക, ബാക്ടീരിയ ആണ് ഉണ്ടാവുക. താഴത്ത് റേഡിയോ ആക്റ്റീവ് സൾഫറിൽ വളർന്ന ബാക്ടീരിയ അല്ലേ? അപ്പൊ അയാളുടെ DNA സാധാരണ DNA ആണല്ലോ, റേഡിയോ ആക്റ്റീവ് DNA അല്ലല്ലോ? അല്ല. ഇനി അയാളുടെ സൂപ്പർ നേറ്റന്റ് ഫ്ലൂയിഡിൽ ആരാ ഉണ്ടാവുക? കമ്പാരിറ്റീവ്ലി ലൈറ്റർ ആയിട്ടുള്ള പ്രോട്ടീൻ കോട്ടുകളാണ് ഉണ്ടാവുക. ഈ പ്രോട്ടീൻ കോട്ട് സാധാരണ പ്രോട്ടീൻ കോട്ടാണോ? അല്ല, റേഡിയോ ആക്റ്റീവ്ലി ലേബൽഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്, ശരിയല്ലേ? റേഡിയോ ആക്റ്റീവ്ലി ലേബൽഡ് ആയിട്ടുള്ള പ്രോട്ടീൻ വൈറൽ കോട്ടുകളാണ് ഇവിടെ ഉള്ളത്, ശരിയാണല്ലോ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ റേഡിയോഗ്രഫി വെച്ചിട്ട് ഇവിടെ റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്തു. റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്ത സമയത്ത് നോക്ക്, ഈ സൂപ്പർ നേറ്റന്റിൽ റേഡിയോ ആക്ടിവിറ്റി കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ? റേഡിയോ ആക്റ്റീവ് സൾഫർ ആണ്. ആരാ സൂപ്പർ നേറ്റന്റിൽ ഉള്ളത്? പ്രോട്ടീൻ കോട്ടാണുള്ളത്. പ്രോട്ടീൻ കോട്ട് സൂപ്പർ നേറ്റന്റിലുണ്ട്. സോ റേഡിയോ ആക്ടിവിറ്റി കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇവിടെ റേഡിയോ ആക്ടിവിറ്റി വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ നോക്കി. അവിടെ റേഡിയോ ആക്ടിവിറ്റി ഒന്നും കാണാൻ പറ്റുന്നില്ല. നോ റേഡിയോ ആക്ടിവിറ്റി.
അപ്പോൾ ഈ സൂപ്പർനേറ്റന്റിൽ എന്താണ് ഉള്ളത്? ഇവിടെ വൈറൽ കോട്ടാണുള്ളത് അല്ലേ? ഇവിടെ ആരാ ഉള്ളത്? പെല്ലറ്റില് നമ്മളുടെ ഈക്കോളൈ ആണുള്ളത്. ഈക്കോളൈൻ്റെ അകത്ത് റേഡിയോ ആക്ടിവിറ്റി കാണാൻ പറ്റുന്നില്ല, സൂപ്പർനേറ്റന്റിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് ആയിട്ടുള്ള സൾഫർ പ്രോട്ടീനിലല്ലേ ഉള്ളൂ. അപ്പം എന്താ അതിന്റെ അർത്ഥം? ഈ പറയുന്ന ഈക്കോളൈൻ്റെ അകത്തേക്ക് പ്രോട്ടീൻ എത്തുന്നില്ല എന്നുള്ളതല്ലേ അർത്ഥം. സൂപ്പർനേറ്റന്റിൽ മാത്രമേ ഈ വൈറൽ കോട്ടുള്ളൂ, സൂപ്പർനേറ്റന്റിൽ മാത്രമേ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ വൈറസിന്റെ കോട്ട് എങ്ങോട്ടേക്ക് എത്തുന്നില്ല? ഈക്കോളൈൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നില്ല. ഈക്കോളൈൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നില്ല, പുറത്ത് മാത്രമേ ഉള്ളൂ. അപ്പം എന്താ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്? നമുക്ക് എന്ത് കൺക്ലൂഷൻ ആയിരുന്നു എഴുതാൻ പറ്റുക? പ്രോട്ടീൻ ഡിഡ് നോട്ട് എൻ്റർ ദ ബാക്ടീരിയൽ സെൽ. പ്രോട്ടീൻ ഡിഡ് നോട്ട് എൻ്റർ ദ ബാക്ടീരിയൽ സെൽ എന്ന് എഴുതിക്കൂടെ? ബാക്ടീരിയൽ സെൽ. അപ്പോൾ രണ്ട് കാര്യം കൂടെ നമ്മൾ കൂട്ടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത്? എന്താ? DNA മാത്രമേ ഈക്കോളൈൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ളൂ. എന്താ ഈ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ? പ്രോട്ടീൻ നമ്മളുടെ ഈക്കോളൈൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല. അപ്പം ഹെർഷിക്കും ചേസിനും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ലൈഫ് സൈക്കിൾ അറിയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം അവരുടെ സംശയം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അകത്തേക്ക് കയറുന്നത് DNA ആണോ പ്രോട്ടീൻ ആണോ എന്നായിരുന്നു. കാരണം പ്രോട്ടീനും DNAയും മാത്രമേ ഇയാളിലുള്ളൂ. അപ്പൊ ഈ എക്സ്പെരിമെന്റ് കഴിഞ്ഞപ്പോഴേക്ക് അൺഇക്യുവോക്കലായിട്ട് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും, DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. ഈക്കോളൈൻ്റെ അകത്തേക്ക് കയറുന്നത് ആരാണ്? DNA ആണ്. ആ അകത്തേക്ക് കയറുന്ന ആളുള്ളത് കൊണ്ടാണ് പ്രോജനീസ് അതുപോലെ ഉണ്ടാവുന്നത്. സോ അകത്തേക്ക് കയറുന്ന ആള് മസ്റ്റ് ബി ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് അകത്തേക്ക് കയറുന്ന ആൾ എന്ന് പറയുന്നത് ആരാണ്? DNA ആണ്. സോ ദിസ് ഈസ് ദ അൺഇക്യുവോക്കൽ പ്രൂഫ് ദാറ്റ് DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. അപ്പം നിങ്ങൾക്ക് ഈ ബ്ലെൻഡർ എക്സ്പെരിമെന്റ് അടിപൊളിയായി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് തോന്നുന്ന ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം. എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. പേഴ്സണലി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.